ഇവിടെ നിങ്ങൾ നേരത്തെ പഠിച്ച ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂസ് ഉണ്ട്. അത് പർട്ടിക്കുലർ ആംഗിൾസ് ഉള്ള വാല്യൂസ് ആവേണ്ടത്. എന്താണ് പർട്ടിക്കുലർ ആംഗിൾസ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആ രണ്ടാമത്തെ റോയിൽ കണ്ട 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഈ ആംഗിൾസിനെയാണ് നമ്മൾ പർട്ടിക്കുലർ ആംഗിൾസ് എന്നറിയപ്പെടുന്നത്. ഈ പർട്ടിക്കുലർ ആംഗിൾസ് ഉള്ള വാല്യൂസ് ഈ ടേബിളിലുള്ള വാല്യൂസ് തന്നെ കാണാതെ പഠിച്ച് പ്രോബ്ലത്തിനകത്ത് ഉപയോഗിച്ചിരിക്കണം. അതല്ലാതെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് വാല്യൂസ് എഴുതി വെച്ചാൽ അംഗീകരിക്കില്ല. നമുക്ക് ഈ വാല്യൂസ് തന്നെ ബൈഹാർട്ട് ആയിരിക്കണം, എന്നാലേ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താൽ മാർക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ മാർക്ക് തരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ വാല്യൂസ് ബൈഹാർട്ട് ആയിരിക്കണം. അതിൽ സൈനും കോസും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം എഴുതാം. ഞാനിവിടെ ടാനും കൂടെ ചേർത്ത് തന്നിരിക്കുകയാണ്. റേഡിയൻസും ഉണ്ട്, ഡിഗ്രിയും ഉണ്ട്. റേഡിയൻസിന് കറസ്പോണ്ടിങ് ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രി കറസ്പോണ്ടിങ് റേഡിയൻസും ഉണ്ട്. ഇത് രണ്ടും ഫ്ലുവൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ കാണാതെ പഠിക്കണം. സൈൻ്റെ വാല്യൂ നോക്കിയാൽ സൈൻ 0 സൈൻ π/6 അല്ലെങ്കിൽ 30 ഡിഗ്രി 1/2, സൈൻ 45 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ π/4 1/√2, സൈൻ 60 അല്ലെങ്കിൽ സൈൻ π/3 √3/2, സൈൻ π/2 അല്ലെങ്കിൽ സൈൻ 90 1, പിന്നെ സൈൻ 180 0, സൈൻ 270 ഡിഗ്രി ദാറ്റ് ഇസ് 3π/2 -1, സൈൻ 360ന്റെ വാല്യൂ അല്ലെങ്കിൽ 2π വാല്യൂ 0. കോസിന്റെ വാല്യൂസ്, കോസ് 0 വന്നാൽ 1, കോസ് 30 ഡിഗ്രി √3/2, കോസ് 45 ഡിഗ്രി 1/√2. അല്ല, സൈന്റെയും കോസിന്റെയും 45 ഡിഗ്രിക്കുള്ള വാല്യൂ സെയിം ആണ്. ദെൻ കോസ് 60 ഡിഗ്രി 1/2, അതുപോലെ π/2 90 ഡിഗ്രി ആയാൽ 0, 180 ഡിഗ്രി ആയാൽ -1, 270 ഡിഗ്രി ആയാൽ 0, 2π ദാറ്റ് ഇസ് 360 ഡിഗ്രി ആയാൽ 1. ടാന്റെ വാല്യൂസ് കിട്ടുന്നത് സൈൻ ബൈ കോസ് ആണ്. ഇപ്പൊ ടാൻ 0 ഈസ് സൈൻ 0 ബൈ കോസ് 0, 0/1 ദാറ്റ് ഇസ് 0. ടാൻ 30 ഡിഗ്രി 1/2 ഡിവൈഡ് ബൈ √3/2 ദാറ്റ് ഇസ് 1/2 2ഉം √3/2 2ഉം ക്യാൻസൽ ആയാൽ ബാക്കി 1/√3. ടാൻ 45 ഡിഗ്രി അല്ലെങ്കിൽ ടാൻ π/4 1/√2 ഡിവൈഡ് ബൈ 1/√2 ദാറ്റ് ഇസ് 1. ടാൻ 60 ഡിഗ്രി √3/2 ഡിവൈഡ് ബൈ 1/2 2 ക്യാൻസൽ ആയാൽ റിമൈനിങ് ഈസ് √3. ടാൻ 90 ഡിഗ്രി 1/0 ഇസ് നോട്ട് ഡിഫൈൻഡ്, അതാണ് ഞാൻ ND എന്നിട്ടിരിക്കുന്നത്. അതിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്ത് ചിലർ ഇൻഫിനിറ്റി എന്ന് കൊടുക്കാറുണ്ട്, നമുക്ക് നോട്ട് ഡിഫൈൻ എന്ന് കൊടുക്കാം. ഓക്കെ. ദെൻ ടാൻ 180 ഡിഗ്രി 0/-1 ദാറ്റ് ഇസ് 0. ടാൻ 270 ഡിഗ്രി പിന്നെയും പഴയ പ്രശ്നം വന്നേക്കുന്നു, -1 ഡിവൈഡ് ബൈ 0 നോട്ട് ഡിഫൈൻഡ്. ടാൻ 360 ഡിഗ്രി ദാറ്റ് ഇസ് 0, ദാറ്റ് ഇസ് 0/1 0. ഇനി കൊസീക്കിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ സൈന്റെ റെസിപ്രോക്കൽ പറഞ്ഞു വെച്ചാൽ മതി. അപ്പൊ കൊസീക് 0 എത്രയാന്ന് വെച്ചാൽ 1/0 നോട്ട് ഡിഫൈൻഡ്. കൊസീക് 30 ഡിഗ്രി സൈന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഇസ് 2, കൊസീക് 45 ഡിഗ്രി ദാറ്റ് ഇസ് √2. അപ്പോൾ ഓരോന്നിന്റെയും റെസിപ്രോക്കൽ എടുത്താൽ കൊസീക്കിന്റെയും സീക്കിന്റെയും കോട്ടിന്റെയും വാല്യൂസ് കിട്ടും. അപ്പൊ ഈ ടാബുലാർ വാല്യൂസ്, ഇത്രയും വാല്യൂസ് ഉറപ്പായിട്ടും ബൈഹാർട്ട് ആയിരിക്കണം. ഇത് പഠിച്ചേ പറ്റുള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. ഇത് തന്നെ ഉപയോഗിക്കണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എഴുതാമെന്ന് വെച്ചാൽ നടക്കില്ല, അതിന് മാർക്ക് തരില്ല. ശരി. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് നമുക്ക് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചാൽ ഒരു പ്ലെയിനെ 4 ഭാഗങ്ങളാക്കി മാറ്റാം. ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ചുകൊണ്ട് ഒരു പ്ലെയിനെ 4 ഭാഗങ്ങളാക്കി മാറ്റാം. ഞാൻ ഒത്തിരി കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 4 ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ഈ ഓരോ ഭാഗത്തിനെയും ഒരു ക്വാഡ്രന്റ് എന്നാ വിളിക്കുക. കണ്ടോ, ക്വാഡ്രന്റ് ഞാൻ ടേം യൂസ് ചെയ്തേക്കുന്നത്. ഒരു ക്വാഡ്രന്റ് എന്നാ വിളിക്കുക. 4 ക്വാഡ്രന്റുകളാ വരിക. ഇത് നമ്പർ ചെയ്യുന്നത് മുകളിൽ നിന്നാണ് നമ്പർ ചെയ്ത് തുടങ്ങിയിരിക്കും. 1, പിന്നെ ക്ലോക്ക് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് 1 2 3 നമ്പർ ചെയ്തത്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇങ്ങനെയാണ് ക്വാഡ്രന്റുകളെ നമ്പർ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് ഓർമ്മ വരണം എവിടെയാണ്, സെക്കൻഡ് ക്വാഡ്രന്റ് എവിടെയാണെന്ന് അറിയണം, തേർഡ് ക്വാഡ്രന്റ് എവിടെയാണെന്ന് അറിയണം, ഫോർത്ത് ക്വാഡ്രന്റ് എവിടെയാണെന്ന് അറിയാം. അപ്പോൾ ഓരോ ക്വാഡ്രന്റ് ആയിട്ടാണ് നമ്മൾ നമ്പർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്സ്. ഇതിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ ആംഗിൾ 0 തൊട്ട് 90 ഡിഗ്രി വരെ, അതാണ് ഞാൻ വെളിയിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ 90 തൊട്ട് 180 ഡിഗ്രി വരെ. ആ 90 എന്ന് പറഞ്ഞാൽ ആ ലൈനാണേ, 90ക്ക് 180ക്ക് ഇടയ്ക്ക് വരും എന്നുള്ളതാണ്. തേർഡ് ക്വാർട്ടറിനാകുമ്പോൾ 180 തൊട്ട് 270 ഡിഗ്രി വരെ. ഫോർത്ത് ക്വാർട്ടറിനാകുമ്പോൾ 270 ഡിഗ്രി തൊട്ട് 360 ഡിഗ്രി. അപ്പോൾ ഓരോ ക്വാർട്ടറിലും ഏതൊക്കെ ആംഗിൾസ് ആണ് വരുന്നതെന്ന് ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 45 ഡിഗ്രി ഏത് ക്വാർട്ടറിൽ? ഫസ്റ്റ് ക്വാഡ്രന്റ്. 110 ഡിഗ്രി ഏത് ക്വാഡ്രന്റ് നോക്കുമ്പോൾ ദാറ്റ് ഇസ് സെക്കൻഡ് ക്വാഡ്രന്റ്.
200 ഡിഗ്രി ഏത് ക്വാഡ്രന്റ്? ദാറ്റ് ഇസ് തേർഡ് ക്വാഡ്രന്റ്. 300 ഡിഗ്രി ഏത് ക്വാഡ്രന്റ്? ദാറ്റ് ഇസ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഈ ക്വാഡ്രന്റിന്റെ ഡിവിഷൻ അനുസരിച്ച് ഒരു ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആംഗിൾസിന്റെ ഡിവിഷൻ കൂടി തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വാഡ്രന്റിലും എന്തൊക്കെ ആംഗിൾസ് ആണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റ് 0 തൊട്ട് 90 ഡിഗ്രി വരെ, സെക്കൻഡ് ക്വാഡ്രന്റ് 90 തൊട്ട് 180 ഡിഗ്രി വരെ, തേർഡിൽ 180 ഡിഗ്രി തൊട്ട് 270 ഡിഗ്രി വരെ, ഫോർത്തിൽ 270 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും എടുക്കാം. ഓക്കെ, ഈ രൂപത്തിലാണ് ആംഗിൾസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 360 ഡിഗ്രി നമ്മൾ ഡിവൈഡ് വെച്ചിരിക്കുക. ഇതിൽ നമ്മളെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്. സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഈ 6 ഫങ്ഷൻസിന്റെ വാല്യൂസ് ഓരോ ക്വാഡ്രന്റിലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ എവിടെയെല്ലാം ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പോസിറ്റീവ് ആയിരിക്കും, എവിടെയെല്ലാം നെഗറ്റീവ് ആയിരിക്കും, അതാണ് നമുക്ക് ഇനി വേണ്ടത്. അതാണ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റ് മീൻസ് 0 തൊട്ട് 90 ഡിഗ്രിക്ക് അല്ലെ. ഈ ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും പോസിറ്റീവ് ആയിരിക്കും. അതാണ് ആൾ പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കലിലെ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തിൽ എല്ലാം പോസിറ്റീവ്, രണ്ടാമത്തിൽ സൈനും കൊസീക്കും പോസിറ്റീവ്, മൂന്നാമത്തിലാണെങ്കിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്, നാലാമത്തെ ക്വാഡ്രന്റിൽ കോസും സീക്കുമാണ് പോസിറ്റീവ്. അപ്പൊ ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡിൽ സൈൻ പോസിറ്റീവ്, തേർഡിൽ ടാൻ പോസിറ്റീവ്, ഫോർത്തിൽ കോസ് പോസിറ്റീവ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. കാരണം സൈൻ പോസിറ്റീവ് ആണ് റെസിപ്രോക്കലിലെ കൊസീക്ക്, അതും പോസിറ്റീവ് ആയിരിക്കും. ടാൻ പോസിറ്റീവ് ആണ് ഇതിന്റെ റെസിപ്രോക്കലിലെ കോട്ട്, അത് പോസിറ്റീവ് ആയിരിക്കും. കോസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവ്, സെക്കൻഡിൽ സൈൻ പോസിറ്റീവ്, തേർഡിൽ ടാൻ പോസിറ്റീവ്, ഫോർത്തിൽ കോസ് പോസിറ്റീവ്. ഇത് പഠിച്ചു വെച്ചാൽ ബാക്കി രണ്ടും റെസിപ്രോക്കൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതും ബൈ ഹാർട്ട് ആയിരിക്കണം. ഒരു ആംഗിൾ വരുമ്പോൾ ആ ആംഗിളിന് സൈനിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും. ഇത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതല്ല നമുക്കൊന്നും വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇത് കാണാതെ പഠിക്കുക. റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. സൈൻ 160 ഡിഗ്രി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് വേണം. 160 ഡിഗ്രി ഏത് ക്വാഡ്രന്റ് വരും നോക്കണം. അപ്പൊ നമുക്ക് 0 തൊട്ട് 90, 90 തൊട്ട് 180, 180 തൊട്ട് 270, 270 തൊട്ട് 360, ഇങ്ങനെയാണ് നമ്മുടെ ഡിവിഷൻ. അപ്പൊ ഈ 160 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായാലും 90യേക്കാളും വലുതാണ് അല്ലെ. നമ്മുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 90, 180, 270 ഇങ്ങനെയല്ലേ ബൗണ്ടറി പോവുക. അപ്പോ എന്തായാലും 90 ഡിഗ്രിയെക്കാളും ലാർജർ ആണ്, പക്ഷേ 180 ഡിഗ്രിയെക്കാളും ചെറുതാണ്. സോ ദാറ്റ് ആംഗിൾ ഡെഫിനറ്റ്ലി ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ്, സോ സൈൻ 160 ഡിഗ്രി ഈസ് പോസിറ്റീവ്. കോസ് 170 ഡിഗ്രി എടുക്കാം. 170 ഡിഗ്രി അഗെയിൻ ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. കാരണം 90നും 180നും ഇടയ്ക്ക് വന്നിരിക്കുന്ന ആംഗിൾ ആണ് 170 ഡിഗ്രി. ആ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോസിക്കും മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് എന്നാ മീനിങ്. അപ്പൊ കോസ് നെഗറ്റീവ് അല്ലേ. സോ കോസ് ഇസ് നെഗറ്റീവ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സോ ദാറ്റ് ഇസ് നെഗറ്റീവ്. ടാൻ 250 ഡിഗ്രി. ഈ 250 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180നെക്കാളും കൂടുതലാണ്, പക്ഷേ 270നെക്കാളും കുറവുമാണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ആംഗിൾ ഈസ് ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. അതുകൊണ്ട് തന്നെ ടാൻ പോസിറ്റീവ് ആയിരിക്കും. കാരണം തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് എന്ന മീനിങ്. നെക്സ്റ്റ് വൺ ഈസ് കോസ് 310 ഡിഗ്രി. 310 ഡിഗ്രി എന്ന് പറയുന്നത് 270യേക്കാളും വലുതാണ്, പക്ഷെ 360യേക്കാളും ചെറുതുമാണ്. 270യേക്കാളും വലുതാവുക എന്ന് പറഞ്ഞാൽ അത് നാലാമത്തെ ക്വാഡ്രന്റിൽ പോയി. നാലാമത്തെ ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവാ, അതുകൊണ്ട് അതിന്റെ വാല്യൂ പോസിറ്റീവ്. ഇനി കൊസീക് 280 ഡിഗ്രി. 280 ഡിഗ്രി ഈസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 270 ഡിഗ്രി. അപ്പൊ എപ്പോഴും നമ്മൾ ആ ബൗണ്ടറി വെച്ചിട്ടാണ് നോക്കേണ്ടത്. 270 ഡിഗ്രിയേക്കാളും വലുതാണ്, മീൻസ് ദ ആംഗിൾ വിൽ ബി ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. നാലാമത്തെ ക്വാഡ്രന്റിൽ കൊസീക്ക് ഉറപ്പായിട്ട് നെഗറ്റീവ്, കാരണം അവിടെ കോസും സീക്കുമാണ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ കൊസീക് 280 ഡിഗ്രിന്റെ വാല്യൂ ദാറ്റ് ഇസ് നെഗറ്റീവ്. അടുത്ത് കോട്ട് 185 ഡിഗ്രി. 185 എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ്, കാരണം 180നെക്കാളും വലുതാണ് ഈ ആംഗിൾ, പക്ഷെ 270നെക്കാളും ചെറുതുമാണ്. അപ്പൊ മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് വരിക. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് ആണ്, സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. അടുത്ത സീക്ക് 195 ഡിഗ്രി. ആ 195 എന്ന് പറയുന്നത് 180നെക്കാളും വലുതല്ലേ, എന്നാൽ 270യെക്കാളും ചെറുതുമല്ലേ. അപ്പോ ആ ആംഗിൾ
മൂന്നാമത്തെ ക്വാർട്ടറിലാണ് വരിക. മൂന്നാമത്തെ ക്വാർട്ടറിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്, സീക്ക് ഈസ് നെഗറ്റീവ്, സോ നെഗറ്റീവ്. അടുത്ത സൈൻ ഓഫ് 290 ഡിഗ്രി ഉറപ്പായിട്ടും 270യേക്കാളും വലുതാണ്, പക്ഷെ 360യേക്കാളും ചെറുതുമാണ്. സോ ദ വാല്യൂ ഓഫ് സൈൻ ഈസ് നെഗറ്റീവ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്, അതുകൊണ്ട് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഏത് ആംഗിൾ വന്നാലും നമുക്ക് ക്വാഡ്രന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അവിടെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് വേണം. ഇത് തറവായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾസും തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതാ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും വേണം. ഡൊമൈൻ മീൻസ് സൈൻ എക്സ് എന്ന് ചോദിച്ചാൽ എക്സിന് എന്തെല്ലാം വാല്യൂസ് എടുക്കാൻ പറ്റുമോ അതാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന് എന്തെല്ലാം വാല്യൂസ് വരുമോ അതാണ് റേഞ്ച്. ഇതും കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. സൈൻ എക്സ് എടുക്കാം. സൈൻ എക്സിന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. എക്സിന് എന്ത് റിയൽ വാല്യൂ വേണമെങ്കിലും എടുക്കാം, ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ ആർന്ന് കൊടുക്കാം, അല്ല എങ്കിൽ -∞ ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെലാ കൊടുക്കുക. ഇതാണ് സൈൻ എക്സിന്റെ റേഞ്ച്, സൈൻ എക്സിന്റെ ഡൊമൈൻ. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഡൊമൈൻ സെയിം തന്നെയാണ്, കണ്ടോ നോക്കണം. അപ്പൊ രണ്ടും ഒന്നിച്ചങ്ങ് പോവുകയെ. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ചും സെയിം തന്നെയാണ്. കാരണം സൈൻ എക്സിന്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1 ആയിരിക്കും. അതാണ് -1 1 ഞാൻ ഇന്റർവെലാ കൊടുത്തിരിക്കുന്നത്, ക്ലോസ്ഡ് ഇന്റർവൽ -1 1. അപ്പോൾ സൈൻ എക്സിന്റെ മാക്സിമം എത്രയാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് 1. മിനിമം വാല്യൂ ഓഫ് സൈൻ എക്സ് ഈസ് -1. കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ -1. ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കണേ, കാരണം സൈൻ എക്സിന്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം, കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം. അല്ല എങ്കിൽ അതിനിടയ്ക്കുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും വരാം സൈൻ എക്സിനും കോസ് എക്സിനും. ഒരിക്കലും സൈൻ എക്സിന്റെ വാല്യൂ 1നേക്കാളും വലുതാകില്ല, കോസ് എക്സിന്റെ വാല്യൂ 1നേക്കാളും വലുതാകില്ല. 1.5 സൈൻ എക്സിന്റെ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല, 1.3 കോസ് എക്സിന്റെ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല, 5 സൈൻ എക്സിന്റെ വാല്യൂ ആയി വരില്ല, 2 കോസ് എക്സിന്റെ വാല്യൂ ആയി വരില്ല. അതുപോലെ -1 താഴെയുള്ള ഒരു വാല്യൂം വരില്ല, -1.5 ഒരിക്കലും സൈൻ എക്സിന്റെ വാല്യൂ ആയി വരില്ല. അപ്പോൾ അതുകൊണ്ട് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഡൊമൈനും റേഞ്ചുമായി. സൈൻ എക്സിനകത്തുള്ള എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം, ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. കോസ് എക്സിനകത്തുള്ള എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം, എല്ലാ റിയൽ വാല്യൂസും കൊടുക്കാം. പക്ഷേ ആ കിട്ടുന്ന ഫംഗ്ഷന്റെ വാല്യൂ സൈൻ എക്സിന്റെ വാല്യൂ മാക്സിമം 1ഉം മിനിമം -1ഉം മാത്രമേ വരുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണല്ലേ. കോസ് എക്സ് 0 ആകുന്നിടത്തൊന്നും ടാൻ എക്സിന് ഡെഫിനിഷൻ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആംഗിൾ π/2 ഡെഫിനിഷൻ ഉണ്ടാകില്ല, നോട്ട് ഡിഫൈൻഡാ. 3π/2 നോട്ട് ഡിഫൈൻഡാ. നമ്മൾ നേരത്തെയുള്ള വാല്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നോട്ട് ഡിഫൈൻഡാ. അതുപോലെ ഇനി വരും 5π/2 ഡിഫൈൻഡ് ആയിരിക്കില്ല, 7π/2 ഡിഫൈൻഡ് ആയിരിക്കില്ല. അപ്പൊ നോക്കേ, π/2, 3π/2, 5π/2, 7π/2 എന്നാൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. π/2, 3π/2, 5π/2, 7π/2 ഓൾ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. എത്ര വേണമെങ്കിലും ആകാം കേട്ടോ, എന്ത് വേണമെങ്കിലും ആകാം. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഓഡ് നമ്പറിനെ ജനറൽ ആയിട്ട് പറയുന്നത് 2n+1 എന്നാ പറയുക. ഒരു ഓഡ് നമ്പറിനെ ജനറലി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് 2n+1 എന്നാ എഴുതുക. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 മീൻസ് 2n+1 π/2 where n can be any integer. n can be any integer. So the domain of tan x is set of all real numbers ൽ നിന്ന് ഈ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 നെ കളയണം, ശേഷിക്കുന്നതായിരിക്കും tan x ന്റെ ഡൊമൈൻ. സോ ഡൊമൈൻ ഓഫ് tan x is r minus 2n+1 into π/2 n element of z. റേഞ്ചോ, റേഞ്ച് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരും. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് റേഞ്ച്. കൊസീക് എക്സും ഏകദേശം ഇതുപോലെ വരും. കൊസീക് എക്സ് മീൻസ് 1/sin x അല്ലേ. 1/sin x വരുമ്പോഴത്തേക്ക് എവിടെയെല്ലാം sin x 0 ആയിപ്പോ അതൊന്നും വരരുത്. sin x 0 ആവുന്ന 0-ല്, π-ല്, 2π-ല് ഇങ്ങനെ പോവും, 3π, 4π എന്ന് പോവും. എന്ന് പറഞ്ഞാൽ nπ, n എലമെന്റ് ഓഫ് integer, n element of z means n can be any integer. 1 into pi ആകാം, 2 into pi, 3 into pi, 4 into pi. ഇവിടെ എല്ലാം sin x 0 sin x 0 ആകുന്നിടത്ത് കൊസീക് എക്സിന് ഡെഫിനിഷൻ ഉണ്ടാവില്ല, കാരണം കൊസീക് എക്സ് ഈസ് 1/sin x ആണ്. അപ്പോൾ എവിടെയെല്ലാം ഡെഫിനിഷൻ ഉണ്ടെന്ന് നോക്കുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് nπ-നെ കളയണം, വേറെ n എലമെന്റ് ഓഫ് z. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാലേ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് ആദ്യമൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക, പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും. ഇനി അതിന്റെ റേഞ്ചോ, റേഞ്ച് എന്ന് പറയുന്നത് സൈൻ എക്സിന്റെ വാല്യൂ -1 to +1 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കലിന്റെ വാല്യൂ ഒരിക്കലും -1ഉം +1ഉം ഇടയ്ക്ക് വരില്ല.
അത് കഴിച്ചിട്ടുള്ള വാല്യൂസേ വരുള്ളൂ. 1-നേക്കാളും വലുതാകും, അല്ലെങ്കിൽ -1-നേക്കാളും ചെറുതാകും. അപ്പോൾ കൊസീക് എക്സിന്റെ വാല്യൂ 1/2 ആകാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയും. കൊസീക് എക്സിന്റെ വാല്യൂ 2/3 ആകാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല. കാരണം -1-നും 1-നും ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ പോലും കൊസീക് എക്സിന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ ഒരു 2-3 വർഷം മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ് പരീക്ഷയ്ക്ക്, ബോർഡ് എക്സാമിനേഷനകത്ത് കുറെ വാല്യൂസ് തന്നിരുന്നു. അതിൽ കൊസീക് എക്സിന്റെ വാല്യൂ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കൊസീക് എക്സിന്റെ വാല്യൂ ഒരിക്കലും -1-നും +1-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂയും അസ്യൂം ചെയ്യില്ല. അത് കഴിഞ്ഞിട്ടുള്ള എന്ത് വാല്യൂ ആണെങ്കിലും വരാം. പക്ഷെ സൈൻ എക്സിന്റെ വാല്യൂ ഉറപ്പായിട്ടും -1-നും +1-നും ഇടയ്ക്ക് തന്നെ വരണം. അതിന്റെ റെസിപ്രോക്കലിന്റെ വാല്യൂ -1-നും +1-നും ഇടയ്ക്ക് വരില്ല. അതുകൊണ്ടാണ് R മൈനസ് ഇന്റർവൽ -1 എന്ന് എടുത്തിരിക്കുന്നത്. ഇന്റർവൽ -1 -1-നും +1-നും ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും വരരുത്. ഇതേ കണ്ടീഷൻ തന്നെ സീക്ക് എക്സിന് വരും. പക്ഷേ കോസ് എക്സ് 0 ആകുന്ന വാല്യൂസ് കളയണം എന്ന് പറഞ്ഞാൽ ചുരുക്കി നോക്കിയാൽ ടാൻ എക്സിന്റെയും സീക്ക് എക്സിന്റെയും ഡൊമൈൻ ഒരേപോലെ ഇരിക്കും. കണ്ട, കാരണം ടാൻ എക്സിനും സീക്ക് എക്സിനും ഡിനോമിനേറ്റർ കോസ് എക്സ് ആണ്. അതുകൊണ്ട് അവിടെ രണ്ടും ഒരേ സംഗതിയാ വരിക. കോസ് എക്സ് 0 ആവുന്ന പോയിന്റ്സിനെ കളഞ്ഞിരിക്കുന്നു. അവിടെയും റേഞ്ച് നമ്മൾ കൊസീക് എക്സിന് പറഞ്ഞ സെയിം റേഞ്ച് R മൈനസ് ഇന്റർവൽ -1. കോട്ടെക്സും ഏതും നമ്മുടെ കൊസീക് എക്സും ഒരേപോലെ ഇരിക്കും. അപ്പൊ ടാൻ എക്സും സീക്ക് എക്സിന്റെ ഡൊമൈൻ ഒരുപോലെ, കൊസീക് എക്സിന്റെയും കോട്ടെക്സിന്റെയും ഡൊമൈൻ ഒരുപോലെ. കാരണം രണ്ടിന്റെയും ഡിനോമിനേറ്റർ സൈൻ എക്സ് ആവുക. അപ്പൊ R - nπ മതി. അവിടെ കോട്ടെക്സിന്റെ റേഞ്ചും ടാൻ എക്സിന്റെ റേഞ്ചും ഒരേ സംഗതി തന്നെയാണ്. R അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ -∞ ടു +∞ എന്നുള്ള ഇന്റർവൽ. അപ്പോൾ ഈ ഡൊമൈനും റേഞ്ചും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു വാല്യൂ തന്നാൽ അത് സൈൻ എക്സിന്റെ വാല്യൂ ആകാൻ സാധ്യതയുണ്ടോ, ടാൻ എക്സിന്റെ വാല്യൂ ആകാൻ സാധ്യതയുണ്ടോ, കൊസീക് എക്സിന്റെ വാല്യൂ ആകാൻ സാധ്യതയുണ്ടോ എന്നറിയണം. ഇപ്പൊ സപ്പോസ് നോക്കെ ഞാൻ തരിക സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു -1/2. ട്രൂ ഓർ ഫോൾസ് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഫോൾസ്, ബിക്കോസ് സീക്ക് എക്സ് കനോട്ട് ബി -1/2. 1-നേക്കാളും വലുതോ അല്ലെങ്കിൽ -1-നേക്കാളും ചെറുതോ ആകാനേ പറ്റുള്ളൂ, പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസും ഈ ടേബിളും കാണാതെ ബൈഹാർട്ടായി പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫുകളാണ്. ഈ ഗ്രാഫ് ഷേപ്പ് എന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ വരയ്ക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഷേപ്പ് അറിയുക, അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഷേപ്പ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. സൈൻ എക്സ് ആകുമ്പോൾ 0-ൽ തുടങ്ങി മുകളിലേക്ക് പോയി മാക്സിമം 1 വരും. താഴെ വരുമ്പോൾ പൈയിലെത്തുമ്പോൾ അത് 0-ൽ കട്ട്, എക്സ് ആക്സിന് അഗെയിൻ കട്ട് ചെയ്യും. 3π/2 എത്തുമ്പോൾ മിനിമം ആയിട്ടുള്ള -1-ലെത്തും. ആ -1 തിരിച്ച് 2π ആകുമ്പോൾ 0-ലെത്തും. ഇപ്പുറ സൈഡ് അത് തന്നെ, -π/2 എത്താകുമ്പോൾ -1 ആകും. പിന്നെ -π മീൻസ് 0-ലെത്തും. -3π/2 ആകുമ്പോൾ 1-ലെത്തും. -2π ആകുമ്പോൾ 0 വരും. ഈ ഷേപ്പ് ആകുമ്പോൾ ഒരു വേവ് ഫോം ആ വരിക. അത് സൈൻ എക്സും കോസ് എക്സിന്റെ ഗ്രാഫ് ഒരുപോലെ ഇരിക്കും. പക്ഷേ സൈൻ എക്സിന്റെ ഗ്രാഫ് വരുമ്പോൾ ഒറിജിനൽ കൂടെ ആയിരിക്കും അത് പാസ് ചെയ്ത് പോവുക. ഒറിജിനൽ മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് വരും. ഇവിടെയാണ് താഴേക്ക് വരും, പിന്നെ ചുറ്റി വരും. കോസ് എക്സിന്റെ വാല്യൂ എഴുതുമ്പോൾ കോസ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് കോസ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വേണ്ട 0 എത്തുമ്പോൾ മാക്സിമം വാല്യൂ ആയിട്ട് 1-ലാണ് എത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്ന് π/2 എത്തുമ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യും. പൈ എത്തുമ്പോൾ -2, 3π/2 പിന്നെ പോയി അത് 2π എത്തുമ്പോൾ അഗെയിൻ മാക്സിമം വാല്യൂ 1-ൽ അറ്റൈൻ ചെയ്യും. അതുപോലെ ഗ്രാഫ് താഴേക്ക് വരുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. ഇപ്പുറ സൈഡും -π/2 എത്തുമ്പോൾ 0 ആയി. -π എത്തുമ്പോൾ അത് തിരിച്ച് -1-ലെത്തും. തിരിച്ച് -2π എത്തുമ്പോൾ മുകളിൽ പോകുന്നു കേട്ടോ. അപ്പൊ ഇതാണ് കോസ് എക്സിന്റെ ഗ്രാഫ്, റൈറ്റ്? ദെൻ ടാൻ എക്സും കോട്ടെക്സും ഗ്രാഫ് ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ 2 ഡയറക്ഷൻസ് ആണ്. അവിടെ ഞാൻ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നത് എന്താന്ന് വെച്ചാല് ആ ഡോട്ടഡ് ലൈൻ വരുന്ന പോയിന്റ്സിൽ ഈ ഫംഗ്ഷനുകൾക്ക് ഡെഫിനേഷൻ ഉണ്ടാകില്ല. അതാണ് ആ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആദ്യം ചെയ്യുന്നത് അവിടെ നോക്കേണ്ട ഒരു ബ്രാഞ്ച് നോക്കണം. -π/2 +π/2 ഇടയ്ക്ക് നോക്കണം. ആ π/2 എന്നുള്ളിടത്ത് ആ ഡോട്ടഡ് ലൈനിൽ ഏകദേശം തൊട്ടിങ്ങനെ വന്ന ഒറിജിനിലെത്തി താഴേക്ക് അങ്ങ് പോകും. ഇതേപോലെ തന്നെയായിരിക്കും പൈയില് -π-ലും വരിക. കാരണം 3π/2 π/2 -3π/2 ഒന്നും ഡെഫിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നത്. ദെൻ കോട്ടെക്സിന്റെ ഗ്രാഫ് വരുമ്പോഴത്തേക്ക് ഡെഫിനേഷൻ ഇല്ലാത്ത പോയിന്റ്സ് ആണ് ഞാൻ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നത്. അങ്ങ് ഏറ്റവും എക്സ്ട്രീം പോയിന്റ് 2π ആണ്. അത് കഴിഞ്ഞിട്ട് π 0 -π -2π. ഇവിടെയൊന്നും എന്ത് ഡെഫിനേഷൻ ഉണ്ടാവില്ല, കോട്ടെക്സിന് ഡെഫിനേഷൻ ഉണ്ടാവില്ല. ഇനി വരുന്നത് നമ്മൾ നേരത്തെ വരച്ചതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഗ്രാഫ് വരച്ചോളാം. ഇതിന്റെ ഷേപ്പ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഈ ഷേപ്പ് ഒന്ന് ബൈഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ഒന്ന് കാണാൻ പിടിച്ച് വെച്ചേക്ക് എങ്ങനെയാണ് ഷേപ്പ് എന്നുള്ളത്. ഇത് നോട്ട് ബുക്കിനകത്ത് നിങ്ങൾ വരച്ചു വെക്കുകയും വേണം, എന്നാലേ നമുക്ക് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിൽക്കില്ല. ദെൻ സീക്ക് എക്സും കൊസീക്ക് എക്സും. സീക്ക് എക്സ് നോക്കി, സീക്ക് എക്സിന് ഡെഫിനേഷൻ ഇല്ലാത്ത പോയിന്റ്സ് ആണ് നമ്മൾ ആ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നത്.
ഇനി സീക്ക് എക്സിനും കൊസീക്ക് എക്സിനും പ്രശ്നം -1 +1 ഇടയ്ക്ക് ഗ്രാഫ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടയുടെ ഷേപ്പിലാണ് വരച്ചിരിക്കുന്നത്. സീക്ക് എക്സ് വരുമ്പോൾ 1 തുടങ്ങി മുകളിലേക്ക് 2 സൈഡിലേക്കും പോകണം. ആ π/2 -π/2 തുടരുത്. ഒരെണ്ണം മുകളിലേക്ക് വരച്ചാൽ പിന്നെ താഴേക്ക്, പിന്നെ മുകളിലേക്ക്, ആൾട്ടർനേറ്റ് മുകളിലേക്കും താഴേക്കും ആയിരിക്കും ഗ്രാഫ് പോവുക. കൊസീക്ക് എക്സും ഏകദേശം ഇത് തന്നെയാണ്. പക്ഷേ കൊസീക്ക് എക്സിന് ഡെഫിനിഷൻ വരാത്ത പോയിന്റ്സ് നോക്കണം. കൊസീക്ക് എക്സ് ഡെഫിനിഷൻ വരാത്ത π ഇല്ല, -π ഇല്ല, 2π ഇല്ല, -2π ഇല്ല. ബാക്കി π/2 3π/2 -π/2 -3/2 ഡെഫിനിഷൻ ഉണ്ടാവും. അവിടെ എല്ലാം മാക്സിമം 1നും -1 ഇടയ്ക്ക് വാല്യൂസ് വരില്ല, മുകളിലേക്ക് തന്നെ. അപ്പൊ ആദ്യം മുകളിലേക്ക് പോവും, പിന്നെ താഴേക്ക് ഉണ്ട്, ആൾട്ടർനേറ്റീവ് താഴെ മുകളിലേക്ക് പോകുക. ഷേപ്പ് മാത്രം നോക്കി വെക്കുക. റൈറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ചുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നോക്കുക.